ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജുബീസ് ഫുഡ് ലാബ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു പൊട്ടാറ്റോ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പൊട്ടാറ്റോ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഏറ്റവും മുമ്പ് ഇവിടെ 4 പൊട്ടാറ്റോസ് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പർപ്പിൾ കളറുടെ പൊട്ടാറ്റോ ആണ്. ഇത് ഞാനും ഇവിടെ ആദ്യമായിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. നമ്മളുടെ നോർമൽ നമ്മൾ പൊട്ടാറ്റോ വാങ്ങൂലേ, യെല്ലോ പൊട്ടാറ്റോ, അതിൻ്റെ പോലെ തന്നെയാണ്. അതിനേക്കാളും ചെറുതായിട്ട് കുറച്ച് കൂടുതൽ മധുരമുണ്ട്, അത്രയേ ഉള്ളൂ. ബാക്കി ടേസ്റ്റ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ കിട്ടുന്ന പൊട്ടാറ്റോ വെച്ചിട്ട് ഈ കൂട്ടാൻ ഉണ്ടാക്കാൻ പറ്റും. അതിനു വേണ്ടി ഏറ്റവും മുമ്പ് ഞാനിവിടെ പൊട്ടാറ്റോസ് നീളത്തിൽ കട്ടാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ബോയിൽ ചെയ്ത കാരണത്തുകൊണ്ട് ഇത് വളരെ ചെറുതാക്കിയിട്ട് കട്ടാക്കരുത്, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത് വല്ലാണ്ട് കുഴഞ്ഞു പോവും. ഈ ഒരു സൈസിൽ വേണം നമ്മൾ ഇതിനെ കട്ടാക്കി എടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന 4 പൊട്ടാറ്റോസ് നീളത്തിൽ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ആദ്യം തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം. ഓയിൽ ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് ഏറ്റവും മുമ്പ് നമ്മൾ ഇതിൽ ഇടുന്നത് 1 ടേബിൾ സ്പൂൺ ജീരകമാണ്. ഈ റെസിപ്പീനെ ഹിന്ദിയിൽ ജീര ആലു എന്ന് പറയും. അപ്പോൾ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ജീരകം. അതിനു വേണ്ടി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകം ഒന്ന് നന്നായിട്ട് റോസ്റ്റായി വരുന്ന വരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മളുടെ ജീരകം ഒരുവിധം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, നമ്മൾ സാമ്പാർ കായം ഇടൂലേ, അതിൻ്റെ പൊടി. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് വേണം നമ്മൾ അതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3 പച്ചമുളക് വട്ടത്തിൽ ചെറുതാക്കി കട്ടാക്കി വെച്ചിരിക്കുന്നത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും പച്ചമുളകിൻ്റെ കളർ ഒരു ലൈറ്റ് ബ്രൗൺ ആവണ വരെ നമുക്ക് ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്യണ സമയത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായില്ല. അപ്പം നിങ്ങൾ ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്യണ സമയത്ത് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഈ സമയത്ത് നമ്മൾ കൂട്ടാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പിടുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടി. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോസും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യണ സമയത്ത് സൂക്ഷിച്ച് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കട്ടാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ പീസസ് പൊട്ടിപ്പോവും അല്ലെങ്കിൽ പൊടിഞ്ഞു പോവും. ആ കാരണത്തുകൊണ്ട് എപ്പോഴും മിക്സ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കസൂരി മേഥി എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഈ റെസിപ്പിയിൽ കസൂരി മേഥി ഇട്ട് കഴിഞ്ഞാലാണ് അതിൻ്റെ റിയൽ ടേസ്റ്റ്, അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ കസൂരി മേഥി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അതും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒട്ടും ഒഴിക്കാണ്ട് വേണം നമ്മൾ ഇതിനെ നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കാൻ വേണ്ടി. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ മൊത്തത്തിലുള്ള മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ക്രഷാക്കി എടുക്കാം. ഞാനിവിടെ മൊത്തത്തിലുള്ള മല്ലിയാണ് എടുത്തിരിക്കുന്നത്. നമ്മളുടെ പൊട്ടാറ്റോസിൽ നന്നായിട്ട് എല്ലാ മസാലകളും നന്നായിട്ട് കൂട്ടായി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതിനെ റോസ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി. ഇനിയിപ്പം ഞാനിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ആംചൂർ മസാല. ഇത് ഓപ്ഷണലാണ്. നമ്മളുടെ മാംഗോനെ ഉണക്കി കഴിഞ്ഞിട്ട് പൊടിച്ചെടുക്കണ മസാലയാണ് ആംചൂർ മസാല. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ കൂട്ടാനിൽ പുളിരസം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തക്കാളി ചേർക്കണില്ല. അതിൻ്റെ കൂടെ തന്നെ ഞാനിതിൽ ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കണില്ല. അതിൻ്റെ സ്ഥലത്താണ് ഞാൻ ആംചൂർ മസാല ഇതിൽ ഇട്ട് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഡ്രൈ മാംഗോ പൗഡർ, ഞാൻ ഇട്ട ഡ്രൈ മാംഗോ പൗഡർ ഇല്ലെങ്കിൽ നമ്മൾ ഈ റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റിൽ 1 ടീസ്പൂൺ അല്ലെങ്കിൽ നിങ്ങളുടെ പുളീൻ്റെ അനുസരിച്ച് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീർ ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ആ പുളിരസവും കിട്ടും. അപ്പം നമ്മളുടെ പൊട്ടാറ്റോസ് ഒരുവിധം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ബോയിൽ ചെയ്ത കാരണത്തുകൊണ്ട് പൊട്ടാറ്റോസ് ഉള്ളിൽ നിന്ന് നന്നായിട്ട് സോഫ്റ്റായിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്ത് എടുക്കുന്ന കാരണത്തുകൊണ്ട് പുറം ഭാഗം നന്നായിട്ട് മൊരിഞ്ഞിരിക്കും. ഈ പൊട്ടാറ്റോ റോസ്റ്റ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നമുക്ക് ലാസ്റ്റിൽ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി തക്കാളി ഒന്നും കട്ട് ചെയ്യാണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ബാച്ചിലേഴ്സിനെയൊക്കെ വളരെ സിമ്പിളാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ബിഗിനേഴ്സിനെയൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇത്. ചപ്പാത്തീൻ്റെ കൂടെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ ഇതിൻ്റെ. പക്ഷേ നമുക്ക് ചോറിൻ്റെ കൂടെ ആസ് എ സൈഡ് ഡിഷ് നമ്മൾ മെഴുക്കുവരട്ടി അല്ലെങ്കിൽ തോരനൊക്കെ ഉണ്ടാക്കില്ലേ, അതിൻ്റെ സ്ഥലത്ത് നമുക്ക് ഈ പൊട്ടാറ്റോ റോസ്റ്റ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ ഫൈനലി നമ്മളുടെ പൊട്ടാറ്റോ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി? അപ്പം നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.